നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം. 910 സൗമ്യ എന്ന നാമത്തെയാണ് നമുക്കിത് ചർച്ച ചെയ്യാറുള്ളത്. സൗമ്യ പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. സൗമ്യ അധികം വലിയ ആരവങ്ങളൊന്നും ഇല്ലാതെ, ഘോഷങ്ങളൊന്നും ഇല്ലാതെ, സോഫ്റ്റ്, അതിസൗമ്യ അതിരൗദ്രായേ നദാസ്തസ്യേ നമോ നമ. ഈ മഹാത്മത്തിലുള്ള അതിസൗമ്യാണ്, അതിരൗദ്രയാണ്. ഭാവങ്ങൾ ഇതൊന്നും ദേവി ബാധിക്കണില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സൗമ്യഭാവമായാലും രൗദ്രഭാവമായാലും ഇതൊന്നും ദേവിയെ ബാധിക്കുന്ന ഭാവങ്ങളല്ല. നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ദേവി നമുക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഭാവങ്ങളാണ്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിന്റെ ഗുണത്തിന് വേണ്ടി ദേവി സശൽ പ്രകൃതീശ്വരി പരാശക്തി സ്വീകരിക്കുന്ന ഭാവങ്ങളാണ് സൗമ്യ രൗദ്ര എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ദേവിക്ക് സ്ഥായിയായിട്ട് അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. സ്ഥായിയായ ഭാവം സൗമ്യാണെന്നാണ് ഞാൻ പറയാം. സോഫ്റ്റ് ആണ്. അമ്മ എപ്പോഴും സോഫ്റ്റ് ആണ്. ചില സമയത്തൊക്കെ രൗദ്രം കാണിക്കും, എന്നാൽ ഉള്ളില് സോഫ്റ്റ് തന്നെയാണ്. അപ്പോഴും പുറമേക്കാണ് രൗദ്രമൊക്കെ വരുള്ളൂ. അതിസൗമ്യ അതിരൗദ്രായ നമസ്തസ്യ നമോ നമ. സൗമ്യ സൗമ്യതരാശേഷ സൗമ്യ സ്തുതി സുന്ദരി പരാപരാണാം പരമാത്മേവ പരമേശ്വരി. ദൈവമഹത്മ്യം ഉള്ളതാണ്. സൗമ്യ സൗമ്യ സൗമ്യതരാശേഷ സൗമ്യഭ്യ സ്തുതി സുന്ദരി. ഏറ്റവും സോഫ്റ്റ്, ഏറ്റവും സുന്ദരി. സൗമ്യാണെങ്കിൽ പോലും അതിസുന്ദരിയാണ്. എല്ലാത്തിലും വെച്ച് പരമേശ്വരിയുമാണ്. പരമേശ്വരിക്ക് മാത്രമേ സൗമ്യമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നും തന്നെ ബാധിക്കുന്നില്ല. ഇതൊക്കെ നടക്കേണ്ട പോലെ നടക്കുക, ഇതൊക്കെ കറങ്ങേണ്ടത് പോലെ കറങ്ങുക. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതിസുന്ദരിയും അതിസൗമ്യമായിട്ടുള്ള ദേവി. പിന്നെയോ ഏതത്തെ വദനം സൗമ്യം ലോചനത്രയ ഭൂഷിതം വദനം സർവഭൂതേഭ്യ കാത്യായന നമോസ്തുതേ. അങ്ങനെ കുറെ ദൈവമാത്മത്തിന് സൗമ്യ എന്ന ഭാവത്തെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ ധാരാളമുണ്ട്. മന്ത്രങ്ങളാണ് ദൈവമാത്മത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പറയേണ്ട കാര്യം. ഇപ്പൊ സൗമ്യ ആയിട്ട് ദേവിയെ പ്രകീർത്തിക്കുന്ന ധാരാളം മന്ത്രങ്ങളുണ്ട്. സൗമ്യ സൗമ്യ രാശേഷ സൗമ്യ സ്ത്രീ സുന്ദരി. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർജിക്കേണ്ട ഒരു കാര്യം, സൗമ്യഭാവം കൊണ്ടാണ് എല്ലാം നേടാൻ സാധിക്കുന്നത്. സൗമ്യതയാണ് ഭാവങ്ങളിലെ ഏറ്റവും നല്ല ഭാവം. എല്ലാവരും ആർജിക്കേണ്ട ഭാവം, ആർക്കും ഇല്ലാത്ത ഭാവം. എല്ലാവർക്കും രൗദ്രാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ്, അഹങ്കാരമാണ്. എനിക്ക് പറ്റാത്തതൊന്നുമില്ല എന്ന ചിന്തയാണ്. എനിക്കൊന്നിനോടും താഴണ്ട, ഒന്നിനോടും നീതി പുലർത്തണ്ട, ഒന്നിനോടും വിധേയത്വമില്ല എന്നുള്ള ചിന്തയാണ്. ഞാനില്ലെങ്കിൽ കാണാൻ, എന്നോടാണോ കളി, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ വേണ്ടതുപോലെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് എന്നൊക്കെ പറയും. ഭീഷണിയായിട്ട് പറയും, അഹങ്കാരമായിട്ട് പറയും, ജാടയായിട്ട് പറയും, അങ്ങനെ പല രീതിയിലും പറയും. അവിടെ ഒന്നും സൗമ്യതയില്ല, സോഫ്റ്റ്നെസ് ഇല്ല. സോഫ്റ്റ്നെസ് കാണിച്ചാൽ, മൃദുത്വം കാണിച്ചാൽ നമ്മളെന്തോ ബലഹീനരായി പോകുന്നൊരു തോന്നലാണ്, വിധേയത്വം ഉണ്ടായി പോകുന്നൊരു തോന്നലാണ്, ഒന്നും അല്ലാതായി പോകുന്നുള്ള തോന്നലാണ്. ഈ രൗദ്രം കൊണ്ടും അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും നിഷേധം കൊണ്ടും ഒക്കെയാണ് നമ്മൾ പിടിച്ചേക്കുക. അതുകൊണ്ട് എന്ത് പറ്റും? അകത്തെ ആനന്ദത്തെ, അകത്തെ സന്തോഷത്തെ, അകത്തെ നമ്മുടെ സെൽഫിനെ നമുക്കറിയാൻ സാധിക്കാതെ പോകും. നമ്മൾ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവും, നൈരാശ്യം ബാധിക്കും നമ്മൾ. ഓരോ തവണ നമ്മൾ ആളാവുമ്പോൾ ആ ആളായിട്ട് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ആലോചിച്ചു. ആരുമല്ലാത്തവന് പിടിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ എല്ലാമാണ്, എനിക്ക് എല്ലാം പറ്റും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് നിലനിന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ടെൻഷനാണ് അത് കീപ്പപ്പ് ചെയ്യാൻ. എന്റെ ബലഹീനത, എന്റെ ഭീരുത്വം, എന്റെ ഭയം, എന്റെ ഇല്ലായ്മ,
എന്റെ ദൗർബല്യങ്ങൾ അവർക്ക് ആരും കാണാതെ സംരക്ഷിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഭാവം സൗമ്യം തന്നെ. ഇത് ദേവിയെ കുറിച്ചല്ല നിങ്ങളോടുള്ള സന്ദേശം എന്നാ ഞാൻ പറഞ്ഞു. ദേവി ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങളും നിങ്ങളോടുള്ള സന്ദേശങ്ങളാണ്. ഇപ്പൊ ദേവി സൗമ്യാണെന്ന് പറയുമ്പോൾ സൗമ്യ ഭാവമാണ് നമുക്ക് ഏറ്റവും കരുതലോടെ കൊണ്ടു നടക്കുന്നത്. ഉള്ളില് മൃഗം ഉണരും ഇല്ല, ഉള്ളില് മൃഗമൊന്നുമില്ല. ഉള്ളിലുള്ളത് സത്യമാണ്, സൗന്ദര്യമാണ്, നിത്യതയാണ്. ബാഹ്യമാണ് മൃഗങ്ങളൊക്കെ, ആന്തരികമല്ല. ആ ഉള്ളിലത്തെ ആന്തരിക ഭാവത്തെ ത്യജിക്കുമ്പോഴാണ് ബാഹ്യഭാവങ്ങളൊക്കെ നമുക്ക് വരിക, ആർജിത ഭാവങ്ങളൊക്കെ നമുക്ക് വരിക. സ്വതസിദ്ധമായ ഭാവത്തെ ത്യജിക്കുമ്പോഴാണ് സംഭവിക്കുക. ഇപ്പൊ സൗമ്യമായിട്ടുള്ള ദേവിയെ നമ്മൾ നമസ്കരിക്കുന്നു. സൗമ്യമായിട്ടുള്ള നമ്മളെ തന്നെ നമ്മൾ നമസ്കരിക്കണം. അത് നമസ്കരിക്കണം, വലിയ ബുദ്ധിമുട്ടാണ് സൗമ്യട്ടടക്കാൻ. സ്ഥായിയായ സൗമ്യഭാവം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നമസ്കരിക്കണം. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കമായും സ്വതസിദ്ധമായും തനിമയോടുകൂടി ഒറിജിനൽ ആവാൻ സാധിക്കും. ഇപ്പൊ എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റാണ്, മുഖം മൂടിയാണ്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല, ഞാൻ അങ്ങനൊന്നും പറയില്ല, ഞാൻ ആ ടൈപ്പല്ല. ഒരു ടൈപ്പല്ല നമ്മളാണ്. നമുക്ക് നമ്മളെ മറയ്ക്കാനാണ് ആഗ്രഹം. ഉള്ളിലുള്ള വികാരങ്ങളെ, ഉള്ളിലുള്ള വിചാരങ്ങളെ, ഉള്ളിലുള്ള ഭാവങ്ങളെ ഒന്നും പ്രകടമാക്കാൻ നമുക്ക് താല്പര്യമില്ല. മാസ്കാണ്, മുഖം മൂടിയാണ്, പ്രിട്ടൻഷനാണ്, നാട്യമാണ്. അത് കളയാൻ വലിയ ഭയമാണ്. അത് കളഞ്ഞാൽ എന്തോ എല്ലാം കൊഴിഞ്ഞു എന്ന് തോന്നല. ഒന്നും കൊഴിയില്ല. വളരെ സന്തോഷം, സമാധാനം. മിഠായി തന്ന പോലെ പറയും. ഒരു തണുത്ത ശ്വാസം ഉണ്ടാവും. സൗമ്യ. ആ ഭാവത്തെ ആർജിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ആ ഭാവമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സദാശിവ കുടുംബം. കുടുംബം ഇമ്പുള്ളതാണ്. കുടുംബം തമ്മിൽ തല്ലാൻ ഞാനോട് ചെല്ലട്ടെ എന്നിട്ടാണ് രണ്ടും പറയാം എന്നുള്ള രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ കുടുംബങ്ങളൊക്കെ. അവളിങ്ങോട് പോരട്ടെ ഒരാള്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് മാറ്റാം. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചറിയാം. ഒരാൾ വരാൻ വേണ്ടി കാത്തിരിക്കണം, ഒരാൾ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കണം. അതാണ് ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച്. അവനിങ്ങോട്ട് വരട്ടെ, അവളിങ്ങോട്ട് വരട്ടെ. ഇതൊക്കെയാണ് മക്കളെ സംബന്ധിച്ചാണെങ്കിലും, ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും, മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ പരസ്പരം കാണുന്നൊരു ഭാവം ഇതാണ്. ഇമ്പമൊന്നുമില്ല. പുറത്തിറങ്ങിയ സമാധാനമുണ്ട്. എല്ലാവരും പറയും അങ്ങോട്ട് കേറിയ എന്റെ തിരുമേനി ഉള്ള സമാധാനം. പുറത്തിറങ്ങി നടന്ന എന്ത് സുഖമാണ്. ആ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. 90% ആൾക്കാരും പറഞ്ഞു. വീണ്ടും പുറത്തിറങ്ങുമ്പോഴാണ് സുഖം, സമാധാനം. വീടിനകത്തേക്ക് കയറിയ തീർന്നു. ഭയങ്കര പ്രശ്നം. വാസ്തുദോഷമാവാം, ശത്രുദോഷം, എന്താവാം. എന്നാലും ഇമ്പല്ല. അത് സമ്മതിച്ചു. അപ്പൊ പിന്നെ പ്രതികളെ കൊണ്ടുവരണ്ട. കൂടുമ്പോ ഇമ്പമില്ലാത്തടത്ത് സദാശിവം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. എല്ലായ്പ്പോഴും മംഗളസ്വരൂപനായ ശിവനെ സദാശിവൻ എന്ന് വിളിക്കും. മംഗളത്തിന്റെ പൂർണ്ണാവതാരം. പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത്തെ. അതിൽ മംഗളത്തിനല്ലാതെ മറ്റൊന്നിന് സ്ഥാനമില്ല. മംഗളം മാത്രമേ ഉള്ളൂ. ശിവം എന്ന് മാത്രമേ ഉള്ളൂ. സംഹാരമൂർത്തിയുടെ പേര് ശിവം എന്നാണ്, മംഗളം എന്നാണ്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ചു. സർവമംഗളകാരിയായിട്ടൊരു ഈശ്വരനെ സംഹാരമൂർത്തിയായിട്ട് അവതരിപ്പിക്കുക. ഒരു കോൺട്രാഡിക്ഷൻ, കോൺട്രാസ്റ്റ് ഒന്നുമില്ല. കാരണം ലോകാണുക്കൾ നശിക്കണ്ടേ, കള നശിക്കണ്ടേ.
നമുക്ക് വിരോധമായി നിൽക്കുന്ന, നമുക്ക് അപകടകരമായി നിൽക്കുന്നതൊക്കെ നശിക്കണ്ടേ? ഇപ്പൊ നിലനിൽപ്പിന്റെ ഭാഗമാണ് സംഹാരം. ഹോസ്പിറ്റലിൽ ചെന്ന് അവരെന്താ ചെയ്യുക? നമ്മളെ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻ രോഗാണുക്കളെ നശിപ്പിക്കുക ചെയ്യുക, സംഹരിക്കുകയാണ് ചെയ്യുക. ഒരു കൃഷിക്കാരൻ കള നശിപ്പിക്കുകയാണ് ചെയ്യുക, എന്നാലേ വിത്തിറക്കാൻ പറ്റും. കുറെ നാശത്തിന് ശേഷമാണ് സൃഷ്ടി ഉണ്ടാവും. അല്ലെങ്കിൽ സൃഷ്ടിക്ക് സ്ഥിതി വേണമെങ്കിൽ കുറച്ച് നാശങ്ങളൊക്കെ വേണം. എന്നാലാണ് മംഗളം ഉണ്ടാവുള്ളൂ, ശിവമാവുള്ളൂ. സദാശിവ കുടുംബം, സദാ മംഗളം നിറഞ്ഞ കുടുംബത്തിന്റെ അധിപ കുടുംബിനെ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നു. ആ കുടുംബത്തിലെ ആ വീട്ടമ്മ സദാശിവന്റെ കുടുംബിനിയാണ്. കുടുംബനാഥനും കുടുംബിനെയൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ചൊറിഞ്ഞു കയറും അല്ലെ? അങ്ങനെയുള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തിരുവേണ്ടി, അവളുടെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് പരസ്പരം. കുടുംബനാഥനും കുടുംബിനി ഇവിടെ സദാശിവമാണ്. സർവമംഗളകാരിണിയാണ് ദേവി. ആ കുടുംബത്തിൽ യാതൊരു ദോഷങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കില്ല. അപ്പൊ കലഹം ഉണ്ടാവും. കലഹം എന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ലോക നന്മയ്ക്ക് കാരണമായ കലഹങ്ങളാണതല്ല. അതല്ലാതെ പരസ്പരം വൈരാഗ്യമോ നാശമോ ആഗ്രഹിക്കുന്നതല്ല. എല്ലാ കലഹങ്ങൾക്കും ശേഷം ലോകത്തിന് ഹിതകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ കുടുംബം കൂടുതൽ ശിവമായിട്ടുണ്ട്. അങ്ങനെയാണ് കലഹങ്ങളൊക്കെ പോവുക. അതാണ് കലഹം. അപ്പൊ സദാശിവ കുടുംബിനിയാണ് ദേവി. അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കും. സർവമംഗളകരമായിട്ടുള്ള ഒരു കുടുംബം അതിന്റെ നാഥയായിട്ട് അല്ലെങ്കിൽ നാഥനായിട്ട് എന്ത് സുഖമായിരിക്കും അല്ലെ? ആലോചിക്കാൻ മാത്രമേ പറ്റൂ. 912 നാമം സവ്യ അപസവ്യ മാർഗസ്ഥ. ശിവക്ഷേത്രത്തില് പ്രദർശനം ചെയ്യുമ്പോൾ സവ്യാപസവ്യായിട്ടാണ് ചെയ്യാൻ പറയും. ആദ്യം ഇടത്തോട്ടാ പോവുക. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല, പിന്നെ അപസവ്യമായിട്ടാണ്. ആദ്യം ഇടത്തോട്ട് പോയി, പിന്നെ ഓവിന്റെ അവിടെ ചെന്ന് ഓവിനകത്തേക്ക് കയറി. ചില ആ പോയ വഴി കിടന്ന് തിരിച്ചു വരും. അന്ന് പോയ വഴി കൂടെ അല്ല, ബലികലുകളുടെ പുറത്തു കൂടി പോയി ഓവിന്റെ അവിടെ വരെ ചെന്ന് ബലികലുകളുടെ അകത്തു കൂടി കയറി നടക്കിൽ വന്ന് തൊഴുത് തിരിച്ച് ഇപ്പുറത്ത് ഓവിന്റെ അവിടെ പോയി, വലത്തോട്ട് വന്ന് ഓവിന്റെ അവിടെ പോയി, ഓവിന്റെ അവിടെ താഴെ കൂടെ നോക്കി കൈ കൊടുത്ത് തൊഴുത് തിരിച്ച് ബലികളുടെ പുറത്തിറങ്ങി വീണ്ടും ഇടത്തോട്ട് പോവാം. അപ്പൊ ബലിക്കലുകൾക്ക് പൂർണ്ണ പ്രദക്ഷിണവും ശിവക്ഷേത്രത്തില് 3 തവണ. രോഗരക്ഷകളുടെ അഷ്ടദിക്പാലന്മാര്, പ്രധാന മൂർത്തികൾ, സപ്തമാതൃകൾ, ഇവർക്കൊക്കെ ഭൂത പ്രദക്ഷിണം കൊടുക്കുന്നത്. ശിവനും ഭൂതഗണങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പൊ ശിവനെ അവിടെയുള്ള ആശ്രിതരായിട്ടുള്ള എല്ലാവരെയും നമ്മൾ 3 വട്ടം പ്രദക്ഷിണം ചെയ്യും. മറ്റു ക്ഷേത്രങ്ങളിൽ എല്ലാവരും ചേർത്ത് പ്രദക്ഷിണം ചെയ്യും. ഇത് ഭഗവാനേക്കാൾ കൂടുതൽ ഭഗവാൻ താല്പര്യപ്പെടുന്നത് തന്റെ കൂടെയുള്ളവരെ പ്രദക്ഷിണം ചെയ്യാനാണ്. മറ്റു ദേവന്മാരും ശിവനുമായിട്ടുള്ള വ്യത്യാസം തന്നെ പ്രധാനമായിട്ടതാണ്. എന്നെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യേണ്ട, നിങ്ങൾ ഇവരെയൊക്കെ പ്രദക്ഷിണം ചെയ്യും. ഞാൻ അനുഗ്രഹിച്ചോളൂ. സർവമംഗളകാരകനാണ്. വേറെ ദോഷമായിട്ടൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. പിന്നെന്ത് പറ്റും? ഉർവാരുകമേവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാണ്. നമ്മുടെ ദുരിതങ്ങളെ കാറ്റടിക്കുമ്പോൾ പഴുത്ത പഴം വീണ പോലെ നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും. മൃത്യുഞ്ജയനാണ്. മൃത്യുവിന്റെ ദുരിതമാണ് കേട്ടോ, മരണമല്ല. ദുരിതം കാരണമാണ് മരിക്കണതല്ലേ? അപ്പൊ മൃത്യുവൊക്കെ ഉണ്ടാവുന്ന ദുരിതങ്ങൾ കാരണമാണ്. ഇപ്പൊ ദുരിതഹരാണ് മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞത്. മൃത്യോർ എന്ന് പറഞ്ഞാൽ ദുരിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മൃത്യും നരസിംഹത്തിന്റെ മൂലത്തിൽ മൃത്യു എന്ന ദുരിതങ്ങൾ തീരട്ടെ എന്നർത്ഥം. മരണം ഇല്ലാതാവട്ടെ തന്നെ.
അതൊന്നും ആർക്കും പറ്റില്ല. പ്രളയത്തെ തടുക്കാൻ ബ്രഹ്മാവിന് പോലും സാധിക്കില്ല. അദ്ദേഹത്തിന് പോലും ആയുസിന് പരിധിയുണ്ട്. അദ്ദേഹമാണ് ബാക്കിയുള്ളവരുടെ ആയുസ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആയുസിന് പോലും പരിധിയുണ്ട്. ഒന്ന് ആലോചിച്ചറിയാലോ. അപ്പോ സവ്യം അപസവ്യമായിട്ട് പൂജാ രീതികളിൽ വാമമാർഗവും ദക്ഷിണമാർഗവും ഉണ്ട്. ദക്ഷിണമാർഗം എന്ന് പറഞ്ഞാൽ ദേവനോടൊപ്പം തന്നെ പിതൃക്കളെയും ഉപദേവന്മാരെയും ഒക്കെ പൂജിക്കണം. ദക്ഷിണമാർഗത്തിൽ സാധാരണ നമ്മൾ പൂജാവിധാനത്തിലൊക്കെ ഗണപതി, ഗുരു, മൂർത്തി, പിന്നെ അതിനുശേഷം സർവമൂർത്തികളെയും മനസ്സിൽ സങ്കല്പിച്ചുള്ള പുഷ്പാഞ്ജലികൾ, അങ്ങനെ കുറെ ഉണ്ട് സംഭവങ്ങൾ. വാമമാർഗത്തില് അതില്ല. ആ പൂജിക്കണ മൂർത്തിക്ക് മാത്രമേ ഉള്ളൂ പ്രാധാന്യം. ഗണപതിയൊക്കെ അങ്ങനെ മാറ്റിയേക്കും, ഗുരു വേറെ മാറിയിരിക്കും. ആ മൂർത്തിയുടെ ഒപ്പം ആരും ഉണ്ടാവില്ല. മൂർത്തിയുടെ അവിടെ മൂർത്തിക്ക് മാത്രമാണ് സ്ഥാനം. വേറെ ആർക്കും അത് ബന്ധമില്ല. രണ്ട് രീതിയിലുള്ള ഉപാസനകളാണ് നടത്തുന്നത്. മാർഗം എന്ന് പറഞ്ഞാൽ മധ്യമാർഗമാണ്. സവ്യ അപസവ്യ മാർഗം എന്ന് പറയുന്നത്. ഇത് പിതൃമണ്ഡലത്തിൽ 3 മാർഗങ്ങളുള്ളതാണ്. സവ്യം, അപസവ്യം, മാർഗം എന്ന് പറയുന്നത്. അപസവ്യം എന്ന് പറയുന്നത് നിവൃത്തിയാണ്. സവ്യം എന്ന് പറയുന്നത് നിവൃത്തിയാണ്. അപസവ്യം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ഉത്തരമാർഗം എന്ന് പറയുന്നത് നിവൃത്തിയും ദക്ഷിണമാർഗം എന്ന് പറയുന്നത് പ്രവൃത്തിയുമാണ്. മാർഗം എന്ന് പറയുന്നത് മുക്തിയാണ്, നേരെയുള്ളത്. മൂർത്തിത്വേ പരികൽപ്പിത ശശവതോ വർമ്മ അപുനർജന്മ. സവിതൃവർണ്ണത്തെ ഭേദിച്ചിട്ടാണ് മുക്തി പോണം, മോക്ഷം നേരെയുള്ളത്. ഇടത്തോട്ട് നിവൃത്തി മാർഗം, വലത്തോട്ട് പ്രവൃത്തി മാർഗം, കർമ്മമാർഗം. അതുകൊണ്ട് വലത് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ രണ്ടിട്ട് അവരെ കുറ്റം പറയാം. പ്രധാനമായിട്ട് വലത് കർമ്മത്തെയും ഇടത് നിവൃത്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഹോൾഡ് ചെയ്യണം. അങ്ങനെയും സവ്യ അപസവ്യ മാർഗസ്ഥയാണ് ദേവി. ഇതൊക്കെ ഈ മാർഗങ്ങളിലെല്ലാം ദേവിക്കാണ്, അല്ലെങ്കിൽ പ്രകൃതീശ്വരിക്കാണ് പ്രാധാന്യം. പിന്നെ സവ്യം അപസവ്യം നമ്മുടെ അകത്തുള്ളത് ഇടാ പിങ്കള എന്ന് പറഞ്ഞ 2 നാഡികൾ. മാർഗം എന്ന് പറയുന്നത് സുഷുമ്ന, കുണ്ടലിനി, ഉണർന്ന കുണ്ടലിനി സഹസ്രാരിലെത്തുന്ന മാർഗമാണ് സുഷുമ്ന എന്ന് പറയുന്നത്. പിന്നെ ഇടയും പിങ്കളയും, സവ്യം അപസവ്യം. ഒന്നിലൂടെ ചൂടും ഒന്നിലൂടെ തണുപ്പും നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനാടി, ചന്ദ്രനാടി. സൂര്യനാടിയിലൂടെ ഉഷ്ണവും ചന്ദ്രനാടിയിലൂടെ ശീതവും തണുപ്പും പ്രവഹിച്ചുകൊണ്ടിരിക്കുക. മാർഗത്തിലൂടെയാണ്, സുഷുമ്നയിലൂടെയാണ് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയും സവ്യ അപസവ്യ മാർഗസ്ഥ, അങ്ങനെയും കണക്കാക്കാം. അപ്പൊ നമുക്കറിയാവുന്ന ഇപ്പൊ ഭഗവത്സേക്ക് വിളക്ക് കൊളുത്തുന്നത് പോലും ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാൻ പോലെയാണ്. വടക്ക് ഭാഗം മുറിയരുതെന്നാണ് പറയുക. അപ്പൊ എന്തായാലും സവ്യ അപസവ്യ മാർഗസ്ഥ, ഇടത്തോട്ടും വലത്തോട്ടും നേരെ. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്. കുറച്ച് ഇടത്തോട്ട്, കുറച്ച് വലത്തോട്ട്, പിന്നെ നേരെ. പിന്നെ ആദ്യം കുറച്ച് ഇടത്തോട്ട്, കുറച്ച് വലത്തോട്ട്, പിന്നെ നേരെ. കുറച്ച് പ്രവൃത്തി, പിന്നെ അതിന്റെ നിവൃത്തി അന്വേഷിച്ച് നടക്കുക. പിന്നെ ആദ്യ പ്രവൃത്തി, പിന്നെ നേരെ പോവുക. കുറച്ച് കാലം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പിന്നെ ആദ്യം ഇതൊക്കെ ആവർത്തിക്കും. ജീവിതവും അങ്ങനെ തന്നെ, സവ്യ അപസവ്യ മാർഗസ്ഥ. എന്തായാലും ചർച്ച തുടരാം. നമസ്കാരം.